വിഷു ഒക്കെ അല്ലേ വരുന്നേ, നമുക്കൊരു അടിപൊളി പരിപ്പ് പ്രഥമന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ വായോ, ഇവിടെ 1/4 കിലോ പായസപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ പായസപ്പരിപ്പിന് 1/4 കിലോ ശർക്കരയും തന്നെ എടുക്കണം കേട്ടാ. ഈ പരിപ്പ് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ പരിപ്പ് ഇതുപോലെ നല്ല ചുമക്കനെ വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കുക്കറിനകത്തോട്ട് വേവിക്കാൻ വേണ്ടിയിടാം. ഞാനിവിടെ കുക്കറിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഇത് വേവിക്കാൻ വേണ്ടി ഇടുന്നത്. കുക്കറിൽ ഒരു 3 വിസിലടിക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് വരുവേ. ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. നിങ്ങൾ പായസം ഉണ്ടാക്കാൻ ഏത് പാത്രം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാതെ. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഈ തേങ്ങാപ്പാലോട് ഒഴിച്ച് കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഗ്യാസിലേക്കോ അടുപ്പിലേക്കോ വെച്ചാൽ മതിയേ. രണ്ടാം പാലും പരിപ്പും കൂടെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വെന്ത് കുറുകി വരണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കണേ. ഈ പാകമാകുമ്പോഴേക്കും നമുക്ക് 1/4 കിലോ ശർക്കര ഉരുക്കിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ആഡ് ചെയ്യുമ്പോഴേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉരുക്കി അരിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ ശർക്കരയും നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പരിവാകുമ്പോഴേക്കും നമുക്ക് 1ാം പാലും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചുക്കും ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കോലപ്പണിക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മിസും കൂടെ എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ വിഷുവിന് ഇത് എല്ലാരും ട്രൈ ചെയ്ത് വെക്കൂലേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ പിന്നെ കാണാവേ, ബൈ ബൈ.